മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ മലയാളത്തിൻ്റെ എക്കാലത്തെയും ഹിറ്റ് മേക്കറെയാണ് നഷ്ടമാകുന്നത്. ചേർന്ന് കിടന്ന കൂട്ടുകെട്ടൊക്കെയും മലയാളത്തിന് സമ്മാനിച്ചത് അത്രയും വലിയ വിജയങ്ങളാണ്. നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം രചിച്ച സിനിമകൾക്കപ്പുറത്തേക്ക് അത് ഏറ്റവും അവസാനത്തെ ഷെർലക് ടോംസ് ആണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം രചന നിർവഹിച്ച് സംവിധാനവും നിർവഹിച്ചു. അതിന് മുമ്പുള്ള പല കൂട്ടുകെട്ടുകൾ, ഇത് റാഫി മെക്കാട്ടിനൊപ്പം ആണെങ്കിൽ ബെന്നി പി നായരമ്പലവുമായി ചേർന്ന് അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെയും അത്രയും നമ്മളിപ്പോഴും ഓർത്തു വെക്കുന്ന ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങൾ. കാലം എത്ര മാറിയാലും ജെൻസിയിലേക്ക് വന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ മീമുകളിലും റീൽസിലും ഒക്കെ നിറയുന്ന പല ഡയലോഗുകളും കഥാപാത്രങ്ങളും ഒക്കെ ഷാഫിയുടെ സിനിമ അല്ലെങ്കിൽ ഷാഫിയുടെ വിഷനിലൂടെ ലെൻസിലൂടെ പിറന്നു വീണ കഥാപാത്രങ്ങളും മലയാളിക്ക് മുന്നിലെത്തിയ താരങ്ങളുമാണ് അല്ലേ? ഗൂഗിൾ ഏകദേശം 16-17ഓളം ചിത്രങ്ങളാണ് ഷാഫി സംവിധാനം ചെയ്തത്. അതിന് പുറമെ ഗൂഗിൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം 3 സിനിമകൾക്കാണ് കഥ എഴുതിയിട്ടുള്ളത്. മേക്കപ്പ് മാൻ, ജയറാമിന്റെ മേക്കപ്പ് മാൻ അടക്കം 3ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം കഥ എഴുതിയിട്ടുണ്ട്. ഒപ്പം ഷെർലക് ടോംസ് എന്ന ബിജു മേനോൻ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും അതും ഷാഫി തന്നെയാണ് ചെയ്തത്. പിന്നെ നിർമ്മാണ രംഗത്ത് കൂടി അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അത് 2 ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മാണം ചെയ്തു. ലോലിപോപ്പ്, പൃഥ്വിരാജിന്റെയും കുഞ്ചാക്കോവിന്റെയും ഒക്കെ കൂട്ടുകെട്ടിൽ വന്ന ലോലിപോപ്പ്, ഒപ്പം 101 വെഡ്ഡിങ്സ് എന്ന ചിത്രം കൂടി, അതും ബിജു മേനോനും കുഞ്ചാക്കോവനും ഒക്കെ അഭിനയ ചിത്രമാണ്. അതും അങ്ങനെ 2 ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്ര മേഖലകളിലും സിനിമാ രംഗത്തെ സമഗ്ര മേഖലകളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പല സിനിമകളിലും 2000-ൽ പുറത്തിറങ്ങിയ സത്യം ശിവം സുന്ദരം, 98-ൽ മലബാറിൽ നിന്നൊരു മണിമാരൻ, ഒപ്പം റാഫി മെക്കാട്ടൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയാണ് റാഫി മെക്കാട്ടൻ കൂട്ടുകെട്ടിൽ 98-ൽ പിറന്ന പഞ്ചാബി ഹൗസ്, രാജസേനന്റെ ശ്രീകൃഷ്ണപുരത്തെ, നക്ഷത്രത്തിളക്കം തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ അസോസിയേറ്റ് സംവിധായകനാണ്. അങ്ങനെ ഈ ഷാഫിയുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ മലയാള സിനിമാ രംഗത്ത് വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം ദിലീപ് അടക്കമുള്ള ഒരുപാട് ആളുകളെ മലയാളികളുടെ മനസ്സിൽ മായാത്തൊരു അടയാളപ്പെടുത്തലുകളായി ജനപ്രിയ നടനൊക്കെയായി രൂപീകരിക്കുന്നതിൽ ഷാഫിയുടെ ചിത്രങ്ങൾ വഹിച്ച പങ്ക് അത് ചെറുതല്ല. നമുക്കറിയാം പുലിവാൽ കല്യാണരാമനൊക്കെ എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ചിത്രങ്ങളാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അതാണ് ഷാഫി എന്നുള്ള ആ 2 അക്ഷരങ്ങളിൽ നമ്മൾ ഇപ്പോഴും കെടാതെ കേൾക്കുന്ന ഒരു വാക്കായി അത് മാറി നിൽക്കുന്ന അത്തരത്തിലുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചതിന്റെ ഭാഗമായി കൂടിയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിലൂടെ പുറത്തു വന്ന ചിത്രം എന്ന് പറയുന്നത് അത് 2022-ൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ്. അതിനുശേഷം മറ്റ് ചിത്രങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഏറെ നാളുകളായി, ഏകദേശം ഒരു 1.5 വർഷത്തിലേറെയായി അർബുദ ബാധിതനായ അദ്ദേഹം ചികിത്സയിലാണ്. പക്ഷേ അത്ര ഗുരുതരമായ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് പോകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. വീട്ടിൽ തന്നെയായിരുന്നു, എറണാകുളം എളമക്കരയിലുള്ള ഒരു അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെയാണ് കഴിഞ്ഞ ദിവസം കലശലായ തലവേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. പിന്നീട് തുടർന്ന് സ്ഥിരം ചികിത്സിക്കാറുള്ള ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അവിടെ ചികിത്സിച്ചിരിക്കുമ്പോൾ തന്നെ അതീവ ഗുരുതരമായി ആരോഗ്യാവസ്ഥ മുന്നോട്ട് പോകുന്നു. പിന്നീട് അവിടെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ ആന്തരിക രക്തസ്രാവം ഉണ്ടാകും തലച്ചോറിൽ. അത് പിന്നീട് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഒരു അടിയന്തര ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് 7 ദിവസം മുമ്പ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നടത്തിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പിന്നീടാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 7 ദിവസത്തിലധികം വെന്റിലേറ്ററിൽ തന്നെ കഴിഞ്ഞിരുന്നു. ഇന്നലെയോടുകൂടി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ഒരു മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ, അതായത് ആരോഗ്യപരമായ മറ്റു മേഖലകളിലൊക്കെ തന്നെ വളരെ വീക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഉണ്ടായി. പിന്നെ ഡോക്ടർമാർ വളരെ അതിലേക്ക് ക്ലോസ് റേഞ്ചിൽ തന്നെ നിരീക്ഷണം നടത്തുകയുമായിരുന്നു. എന്തായാലും ഇന്ന് രാത്രി 12:25 അർദ്ധരാത്രി 12:25 മരണം സ്ഥിരീകരിക്കുന്നത്. നാളെ പൊതുദർശനം ഉണ്ടാകും. കലൂർ AJ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതിനുശേഷം നാളെ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനും ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു അന്തിമ തീരുമാനം രാവിലെയോടുകൂടി ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ഒപ്പം നമ്മൾ തുടക്കം മുതൽ രാജസേനന്റെ ഒരു ചിത്രത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത്. ഇന്നലെ
മുഴുവൻ സമയം രാജസേന ഇന്നലെ ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ, ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് ഈ ഷാഫിയുമൊക്കെയായി ബി ഉണ്ണികൃഷ്ണനുള്ള ബന്ധം വളരെ അടുത്തതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കൊപ്പം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആശുപത്രിയിലുണ്ട്. അപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ കൂടിയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ കുറെ നാളുകളായി ആശുപത്രിയിലുണ്ട്. അങ്ങനെ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ള തുടക്കം മുതലൊപ്പമുള്ള രാജസേനനെ പോലുള്ള ആളുകൾ എല്ലാവരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആശുപത്രിയിലുണ്ട്. അവരിപ്പോഴും ഉണ്ട്. ഈ മരണവാർത്ത അറിഞ്ഞ് മലയാള സിനിമാ മേഖലയിലെ കൂടുതൽ ആളുകളും രാത്രിയോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ പുലർച്ചെ തന്നെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. എളമക്കരയിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. കലൂരിലെ പൊതുദർശനം കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിലൊരു തീരുമാനം അന്തിമമായി എത്തിയിട്ടില്ല. എന്തായാലും നാളെ പുലർച്ചെ തന്നെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗോകുൽ. തീർച്ചയായും മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് മേക്കറിനെയാണ് നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം എടുത്താൽ അശ്വിൻ, ഈ കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തി കാണുന്നത്. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ നമ്മളിപ്പോഴും ഒരു പല തരത്തിലുള്ള കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പല തരത്തിൽ പല ഭാവത്തിൽ രൂപത്തിൽ മമ്മൂട്ടിയെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മായാവി പോലെയൊക്കെയുള്ള സിനിമ അതിൽ ഒരു വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ്. ചട്ടമ്പിനാട് പോലെ ആരാധകരെ ആവേശം കൊള്ളിച്ച സിനിമകളുണ്ട്. വെനീസിലെ വ്യാപാരി പോലെ വ്യത്യസ്തമായ സിനിമ. അങ്ങനെ പല തലത്തിൽ മമ്മൂട്ടി എന്ന നടനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ജയറാമിനെ ആണെങ്കിൽ, ദിലീപിനെ ആണെങ്കിൽ, ഇങ്ങനെ പല നടന്മാരെയും ജനപ്രിയ നടന്മാരാക്കി മാറ്റിയ, അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് അവർക്ക് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ അവർ ഊർന്നൂർന്ന് ചിരിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതത്തോട് ചേർത്ത് അവരുടെ ആസ്വാദന ജീവിതത്തിൽ, വിനോദ ജീവിതത്തിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായി ഓർത്തു വെക്കുന്നത് ഷാഫിയുടെ കഥാപാത്രങ്ങളും സിനിമകളുമാണ്.